രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഹനുമാൻ ചാലിസ പഠിപ്പിക്കുകയാണ്. ഹനുമാൻ ചാലിസയുടെ ഒന്നാമത്തെ ഭാഗമാണിത്. രണ്ടാമത്തെ ഭാഗം നമുക്ക് വെള്ളിയാഴ്ച ദിവസം 12 മണിക്കാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമ്മൾ റിലീസ് ചെയ്യുന്നത്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ്റെ ഖ്ലാദിനി ശക്തിയായ കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രാധാറാണിയുടെ കഥകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും മഹത്തായ രാധാകൃഷ്ണന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട അഷ്ടപതിയുടെ ക്ലാസ്സാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് കേൾക്കാം. പിന്നെ എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വന്ന് പഠിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും. അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. പിന്നെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമാണ്. അത് വാട്സപ്പ് നമ്പറും കൂടെ ആണ്. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്. ഒരു ഹിന്ദു അത് അറിഞ്ഞിരിക്കണം. അതറിയാതെ ജീവൻ വെടിയരുത്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ ഏതെല്ലാം, ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ പിന്നെ ഭക്തമീരയുടെ കഥയുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. രാധികാ കവചൻ 2 പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. അപ്പോൾ നമുക്ക് ഹനുമാൻ ചാലീസ പഠിച്ചു തുടങ്ങാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു അമ്പലത്തിലും പോകാതിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഹനുമാൻ ചാലിസ പഠിച്ചു തുടങ്ങാം. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മന മുകുര സുധാരി വരണോ രഘുവര വിമല യശ ജോ ദായക ബലചാരി. രാധേ രാധേ. ബുദ്ധിയുടെയും ശക്തിയുടെയും അറിവിൻ്റെയും ഉറവിടമായ സാക്ഷാൽ ഹനുമാൻ ഭഗവാൻ, ആ ഹനുമാൻ ഭഗവാനെ സംപ്രീതനാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഹനുമാൻ ചാലിസ ചൊല്ലുകയാണ്. അർത്ഥമറിഞ്ഞ് ഹനുമാൻ ഭഗവാനെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് നമ്മുടെ നെഞ്ചിൻ്റെ മധ്യത്തിൽ ഹനുമാൻ ഭഗവാൻ ഇരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഹനുമാൻ ചാലിസ അർത്ഥമറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു 10 ശ്ലോകമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ മുഴുവനാക്കണ്ട, അതിനു മുമ്പ് തന്നെ നിശ്ചയം 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 നിങ്ങൾ എന്തുദ്ദേശിച്ചാലും നിങ്ങൾക്കത് നടന്നിരിക്കും. ഇത് ഞാനാണ് പറയുന്നത്. ഞാൻ ആരെന്ന് ചോദിച്ചാൽ വെറുമൊരു ഭക്തനാണ്. പക്ഷേ ഭക്തന്റെ വാക്കുകൾ പാഴായി പോകാൻ ഒരിക്കലും ആരാഗ്രഹിക്കത്തില്ല, ഭഗവാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞത്. വാക്ക് തരികയാണ് നിങ്ങൾക്ക്. ഹനുമാൻ ചാലിസ, ഹനുമാനെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ച് അർത്ഥമറിഞ്ഞ് ചൊല്ലുക. ഇത് ചൊല്ലേണ്ട രീതി മനസ്സിലാക്കി ആ അർത്ഥത്തിൽ അതേ ഈണത്തിൽ നമുക്ക് ചൊല്ലിത്തരുന്നത് ലണ്ടനിലുള്ള രാധേ രാധേ ചാനലിന് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള സ്വന്തമായി പിന്നെ ആശാസ് ഗോലോകം, ഞാൻ പേരെപ്പോഴും ആശാസ് ഗോലോകം എന്ന ഒരു ചാനലുള്ള സാക്ഷാൽ ആശയാണിത് പാടിത്തരുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്? ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും രാധാറാണിയുടെ അനുഗ്രഹവും എല്ലാം ആശയ്ക്കുണ്ട്. കാരണം അഷ്ടപതി പാടാൻ അവസരം ലഭിച്ചു, ഹനുമാൻ ചാലിസ പാടാനും അവസരം ലഭിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആശ ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രാധേ രാധേ ചാനലിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. സാക്ഷാൽ നമ്മുടെ ഗോസ്വാമി ആരാണ്? തുളസീദാസിന്റെ ഹനുമാൻ ചാലിസ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. കേട്ടുകൊള്ളൂ. ഞാൻ നിർത്തി പറയാം. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മന മുകുരു സുധാരി ബരനവു രഘുബർ ബിമല ജസു ജോ ദായകു ഫലചാരി. അർത്ഥം എഴുതിക്കോ. ചരണം, ചരണം പാദം, ചരണം പാദം. അപ്പൊ ഗുരുചരണം, ഗുരുചരണം ഗുരുവിൻ്റെ പാദം. സരോജം, സരോജം താമര, സരോജം താമര. മനമുകുരു, മനമുകുരു മനസ്സാകുന്ന കണ്ണാടി, മനസ്സാകുന്ന കണ്ണാടി. അപ്പോൾ പിന്നെ ബരനവു, ബരനവു വർണ്ണിക്കുന്നു, ബരനവു വർണ്ണിക്കുന്നു. രഘുബര്, രഘുബരു ശ്രീരാമൻ, ശ്രീരാമൻ. ബിമല, ബിമല പരിശുദ്ധം, പരിശുദ്ധം. ജസു, ജസു കീർത്തി, കീർത്തി. ഫലചാരി 4 ഫലങ്ങൾ. ഏതൊക്കെയാ 4 ഫലങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇങ്ങനെയുള്ള 4 ഫലങ്ങൾ. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ഇതാണ്. എൻ്റെ ഗുരുനാഥൻ്റെ, അതായത് ഗോസ്വാമി തുളസീദാസ് പറയുകയാണ്,
ഞാൻ എൻ്റെ 2 ഗുരുനാഥന്മാരുടെ, തുളസീദാസിന് 2 ഗുരുനാഥനുണ്ട്. ചെറുപ്പത്തിൽ ആധ്യാത്മികമായ അടിത്തറ പകർന്നു കൊടുത്ത ഗുരുനാഥനുണ്ട് ശ്രീ നരഹരിദാസ്. അദ്ദേഹത്തെ നരഹര്യാനന്ദെന്നും പറയാറുണ്ട്. അതിനുശേഷം വളർന്നു കഴിഞ്ഞ നമ്മുടെ ആർക്കാണ്, ഗോസ്വാമി തുളസീദാസിന് വാരണസിയിൽ വെച്ച് അറിവിൻ്റെ അടുത്ത സംസ്കൃതം ഉൾപ്പെടെ ഉള്ളത് പറഞ്ഞു കൊടുത്ത ശേഷ സനാതന, ഈ 2 ഗുരുക്കന്മാരെയാണ് തുളസീദാസ് സ്മരിക്കുന്നത്. അപ്പൊ തുളസീദാസ് പറയുകയാണ്, എൻ്റെ ഗുരുനാഥൻ്റെ എന്ന് പറഞ്ഞാൽ ഈ 2 ഗുരുനാഥന്മാരുടെ പാദങ്ങള് താമരപ്പൂ പോലെ മൃദുലവും മനോഹരവുമാണ്. നോക്കൂ, ഗോസ്വാമി തുളസീദാസ് എന്ന എൻ്റെ മനസ്സാകുന്ന കണ്ണാടി അഴുക്ക് പിടിച്ചു കിടക്കുകയാണ്. ഞാൻ എന്തു ചെയ്തു? എൻ്റെ ഗുരുനാഥൻ്റെ പാദം സ്പർശിച്ച ആ പൊടികൾ എടുത്തിട്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടി അങ്ങ് കഴുകി എന്ന് പറഞ്ഞാൽ പലവിധ ലൗകിക ചിന്തകളാൽ എൻ്റെ മനസ്സ് അഴുക്കു പിടിച്ചു കിടന്നതാണ്. പക്ഷേ എൻ്റെ ഗുരുവിനെ സ്മരിച്ചതോടുകൂടി എൻ്റെ മനസ്സ് കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ശുദ്ധനായി, പരിശുദ്ധനായി മാറി. പരിശുദ്ധനായ ഒരാൾക്ക് മാത്രമാണ് ശ്രീരാമൻ്റെ ഹനുമാന്റെയും ഒക്കെ മന്ത്രം ചൊല്ലാൻ യോഗ്യതയുള്ളത്. അതിനാൽ ഞാൻ രഘുവരനായ ശ്രീരാമന്റെ മഹിമയെ വർണ്ണിക്കാൻ ഒരുങ്ങുന്നു. അപ്പൊ രാമന്റെ മഹിമയെ വർണ്ണിക്കാൻ നമ്മൾ ആദ്യം ഒരു യോഗ്യത നേടണം. അതിന് നമ്മൾ രാമരാമയും ഹനുമാൻ ചാലിസയും ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യത കിട്ടും. അപ്പം ശ്രീരാമനാമം ഉച്ചരിക്കുന്നതോടുകൂടി തുളസീദാസ് പറയുകയാണ്, ശ്രീരാമനാമം ഉച്ചരിക്കുന്നതോടുകൂടി നമുക്ക് 4 ഫലങ്ങൾ ശ്രീരാമ ഭഗവാൻ നൽകുന്നു. അത് ഏതൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ രാമനാമം ഉച്ചരിക്കുന്നതോടുകൂടി ശ്രീരാമ ഭഗവാൻ നമുക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ നൽകുന്നു. അതിനാൽ ഞാൻ ദാണ്ടെ ശ്രീരാമ മഹിമകൾ പറയാൻ പോവുകയാണ്. അപ്പൊ ഹനുമാൻ ചാലിസയുടെ തുടക്കത്തിലുള്ള മംഗളകരമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ ശ്ലോകത്തെ കരുതുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഗോസ്വാമി തുളസീദാസ് പറഞ്ഞു, ലൗകിക ചിന്തകളാൽ എൻ്റെ മനസ്സ് അഴുക്കു പിടിച്ചു കിടക്കുകയാണ്. പക്ഷേ എൻ്റെ ഗുരുവായ നരഹരിദാസിൻ്റെയും നരഹര്യാനന്ദ് 2 ഒരാളാണ്. പിന്നെ ശേഷ സനാതന, അവരുടെ പാദസ്മരണ, നിരന്തരമായ സ്മരണയിൽ എൻ്റെ മനസ്സിൽ നിന്ന് ലൗകിക സുഖത്തിനുള്ള ആഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളൊക്കെ മാറി ഞാനിതാ ഗുരുസ്മരണ കൊണ്ട് ശുദ്ധനായി. അതുകൊണ്ട് ഞാൻ ശ്രീരാമ ഭഗവാന്റെ മഹിമകള് വർണ്ണിക്കാൻ പോവുകയാണ്. ഇതാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥം. ബുദ്ധിഹീന തനുജാനികൈ സുമിരൗ പവന കുമാര ബലബുദ്ധി വിദ്യാ ദേഹു മോഹി ഹരഹു കലേശ വികാര. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വരാം. നമ്മുടെ ആശ ഇത് പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ. നോക്കേ, ബുദ്ധി ഹീന തനു ജാനികേ സുമിരൗം പവന കുമാര ബലബുദ്ധി വിദ്യ ദേഹു മോഹിം ഹരഹു കലേശ വികാര. ഉണ്ടോ? അതായത് പുറത്തൂടെ ആംബുലൻസ്, പുറത്തൂടെ റോഡ് സൈഡാണ്, ആംബുലൻസ് പോകുന്ന ശബ്ദമാണ്. ആ അവസാനത്തെ 3 വരി ഒന്നും കൂടെ പറഞ്ഞുതരാം. ബലബുദ്ധി വിദ്യ ദേഹു മോഹിം ഹരഹു കലേശ വികാര. ബുദ്ധിഹീനൻ അർത്ഥം അറിവില്ലാത്തവൻ. ബുദ്ധിഹീനൻ അർത്ഥം അറിവില്ലാത്തവൻ. സുമിരവും സ്മരിക്കുന്നു, സ്മരിക്കുന്നു. പവനകുമാര അർത്ഥം വായുപുത്ര. പവനകുമാര വായുപുത്ര. ബലബുദ്ധി വിദ്യ,
ബലബുദ്ധി വിദ്യ. അർത്ഥം ബലവും ബുദ്ധിയും അറിവും. ദേഹു ദേഹു തരേണമേ. ഹരഹു ഇല്ലാതാക്കണമേ. കലേശു ദുഃഖങ്ങള് ക്ലേശങ്ങള് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറയുകയാണ്, രണ്ടാമത്തെ വരിയുടെ അർത്ഥം ഇതാണ്: അല്ലയോ വായുപുത്രനായ ഹനുമാനെ, ഞാൻ അങ്ങയെ ഓർക്കാത്ത ഒരു നിമിഷം പോലുമില്ല. അല്ലയോ ഹനുമാൻ ഭഗവാനെ, അങ്ങയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഗോസ്വാമി തുളസീദാസ് തുറന്ന് സമ്മതിക്കുകയാണ്, ഹനുമാൻ ഭഗവാനെ, ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, എൻ്റെ ശരീരത്തിന് തീരെ ബലമില്ല. അതായത് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് യാതൊന്നിനെക്കുറിച്ചും ഒരു അറിവുമില്ല. പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചോ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും എനിക്ക് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് ശക്തിയുടെയും ബുദ്ധിയുടെയും വിദ്യയുടെയും ഉറവിടമായ എൻ്റെ പൊന്നു ഹനുമാൻ ഭഗവാനെ, എൻ്റെ വായുപുത്ര, എനിക്ക് ഈ 3 ഗുണങ്ങളും എനിക്ക് നൽകണമേ. ഏതൊക്കെയാണ് ആ 3 ഗുണങ്ങൾ? ശക്തിയും ബുദ്ധിയും അറിവും നൽകി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. എൻ്റെ ദുഃഖങ്ങളെയും എൻ്റെ മാനസികവും ശാരീരികവുമായ സകല വൈകല്യങ്ങളെയും ഇല്ലാതാക്കി തരേണമേ. അപ്പൊ ഈ ശ്ലോകം നിങ്ങൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചൊല്ലണം. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യപരമായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഹനുമാൻ സ്വാമി മാറ്റിത്തരും. നിങ്ങളുടെ മക്കളാരെങ്കിലും പഠിക്കാൻ പിന്നോക്കമാണെങ്കിൽ ഈ ഒരു ശ്ലോകം, പ്രാർത്ഥനാ ശ്ലോകം അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് ചൊല്ലിക്കണം. അപ്പോൾ അവർക്ക് വിദ്യ ലഭിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ആധ്യാത്മിക അറിവ് ലഭിക്കാനും ഈ ഒരു ഒറ്റ ശ്ലോകം സഹായിക്കും. ഒരു വെടിക്ക് 3 പക്ഷിയാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ജയ ഹനുമാന ജ്ഞാന ഗുണസാഗര ജയ കപീശതിഹു ലോക ഉജാഗര. ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് കടക്കാം. ജയ ഹനുമാന ജ്ഞാന ഗുണസാഗര ജയ കപീശാതിഹും ലോക ഉജാഗര. അപ്പൊ ജയ ഹനുമാന, ഹനുമാൻ ജയിക്കട്ടെ. ജ്ഞാനം അറിവ്, ഗുണങ്ങള്, മനസ്സിലായില്ലേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സാഗര ജയ കപീശ. സാഗരം നമുക്കെല്ലാം അറിയാം, സമുദ്രം. ജയ കപീശ അല്ലേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്ന? തിഹും ലോക ഉജാഗര. ഉജാഗര കീർത്തിമാൻ. ഉജാഗര എന്ന് പറഞ്ഞ കീർത്തിമാൻ അല്ലെങ്കിൽ പ്രശസ്തി ഉള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് ജയിക്കട്ടെ. അങ്ങയുടെ അറിവ്, ഹനുമാൻ സ്വാമിയുടെ അറിവ് മനുഷ്യർക്ക് അളക്കാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാണ്. സാഗരം പോലെ, സമുദ്രം പോലെ ആഴത്തിലും പരന്നു കിടക്കുന്നതുമാണ് ഹനുമാൻ സ്വാമിയുടെ അറിവെന്ന് പറയുന്നത്. എന്നു മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള സകല നല്ല ഗുണങ്ങളും ഹനുമാൻ സ്വാമിയിൽ വസിക്കുന്നു. ഹനുമാനിൽ പ്രപഞ്ചത്തിലെ എല്ലാ നല്ല ഗുണങ്ങളുമുണ്ട്. എന്നു മാത്രവുമല്ല, വാനരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, കടുത്ത ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമി തന്നെയാണ്. ആ ഹനുമാൻ സ്വാമിയുടെ പ്രശസ്തി ഭൂലോകത്തിലും പാതാളത്തിലും സ്വർഗലോകത്തിലും 3 ലോകങ്ങളിലും എത്തിയിരിക്കുന്നു. ഇനി എത്താൻ ഒരു സ്ഥലവുമില്ല. അപ്പൊ ഹനുമാൻ സ്വാമി, അങ്ങയുടെ പ്രശസ്തി, അങ്ങയുടെ കീർത്തി പാതാളത്തിലും സ്വർഗത്തിലും പിന്നെ ഭൂലോകത്തിലും എല്ലാം എത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണേ എന്ന് ഓരോ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ മനസ്സിൽ കരുതണം. രാമദൂത അതുലിത ബലധാമ അഞ്ജനി പുത്ര പവനസുതനാമ. ഇനി നമുക്ക് 4ാമത്തെ വരിയാണ്. അപ്പൊ നമുക്ക് 4ാമത്തെ വരി എന്താണെന്ന് നോക്കാം. രാമദൂത അതുലിത ബലധാമ.
അപ്പോൾ രാമദൂത അതുലിത ബലധാമ. രാമദൂത അതെല്ലാവർക്കും അറിയാം, രാമന്റെ ദൂതൻ. അതുലിത ആർക്കും താരതമ്യം ചെയ്യാൻ കഴിയാത്തത്ര. അതുലിത എന്ന് പറഞ്ഞാൽ ആർക്കും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്ര അല്ലേ. പിന്നെ എന്താ പറഞ്ഞ രാമദൂത അതുലിത ബലധാമ, അസാമാന്യമായ ബലം. ബലധാമൻ എന്ന് പറഞ്ഞാൽ ബലവാൻ, ബലവാൻ. അപ്പൊ രാമദൂത അതുലിത ബലധാമ അഞ്ജനീപുത്ര പവനസൂത. കണ്ടില്ലേ, ഇതൊക്കെ ആരാണ്? ഹനുമാന്റെ പേരുകളാണ് അല്ലേ. പവനൻ, പവനൻ ആരാണ്? വായു. അപ്പൊ പവന അഞ്ജനീപുത്ര, അഞ്ജലിയുടെ മകനെ. പവനസൂത എന്ന് പറഞ്ഞാൽ ആ വായുവിന്റെ മകനെ, വായു പുത്ര പവനസൂത നാമ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എഴുതിയല്ലോ. ഇത്രയുള്ള അർത്ഥം എന്താണ്? അതുലിത താരതമ്യം ചെയ്യാൻ കഴിയാത്ത, ബലധാമ ബലവാൻ, പവനസൂത വായുവിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. അപ്പോൾ കവി പറയുകയാണ് ഭക്തിയോടെ, ശ്രീരാമ ഭഗവാന്റെ ദൂതനാണ് സർവശക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി. ശ്രീരാമ ഭഗവാന്റെ ദൂതനാണ് സർവശക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി. ശക്തിയിൽ ഹനുമാന് തുല്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഭക്തിയിൽ ഹനുമാൻ സ്വാമിക്ക് തുല്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളത്? അല്ലയോ ഹനുമാൻ സ്വാമി, അസാമാന്യമായ ശക്തിയുള്ള അങ്ങയെ ആളുകൾ, മറ്റുള്ളവർ പവനസുധൻ എന്നും വിളിക്കുന്നു, അഞ്ജനീപുത്ര എന്നും വിളിക്കുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമി 3 പേരുകളിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം തേടിയിരിക്കുന്നു. ഏതൊക്കെയാണ്? ഹനുമാൻ, അഞ്ജനീപുത്രൻ, പവനസുധൻ എന്ന 3 പേരുകളിലും. അത്രയും നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ പറയണം. അങ്ങനെ ഹനുമാനെന്നും അഞ്ജനീപുത്രനെന്നും വായു ഏതാണ് പവനസുധനെന്നും മറ്റുള്ളവരുടെ ഇടയിൽ പ്രശസ്തി നേടിയ ഹനുമാൻ സ്വാമി എന്നെ അനുഗ്രഹിക്കണേ, എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണേ, രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ. മഹാവീര വിക്രമ ബജരംഗി കുമതി നിവാര സുമതി കേ സംഗീ. ഇനി നമുക്ക് 5ാമത്തെ വരിയിലേക്ക് വരാം. എന്താണ് 5ാമത്തെ വരി? മഹാവീര വിക്രമ ബജരംഗി കുമതി നിവാര സുമതി കേ സംഗീ. എന്താ പറഞ്ഞിരിക്കുന്നത്? മഹാവീര എന്ന് പറഞ്ഞാൽ മഹാവീരൻ, പരാക്രമശാലി എന്നർത്ഥം. മഹാവീര, മഹാവീരൻ എന്നർത്ഥം. വിക്രമ, വിക്രമ പരാക്രമി, മഹാവീരനും പരാക്രമിയും. ബജരംഗി, ബജരംഗി വജ്രത്തിന് തുല്യമായ. അർത്ഥമെഴുതണം. ബജരംഗി വജ്രത്തിന് തുല്യമായ. കുമതി, കുമതി ദുർബുദ്ധി, കുമതി ദുർബുദ്ധി. നിവാരേ ഇല്ലാതാക്കുന്നു, നിവാരേ ഇല്ലാതാക്കുന്നു. സുമതി, സുമതി നല്ല ബുദ്ധി, നല്ല ബുദ്ധി. സംഘി, സംഘി കൂട്ടുകാരൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങയുടെ ശരീരം വജ്രത്തിന് തുല്യമാണ്. അത്രയ്ക്ക് കാഠിന്യമുണ്ട് അങ്ങയുടെ ശരീരത്തിന്, ഇല്ലേ? വജ്രം അങ്ങനെ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അറുത്തു മാറ്റാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക്, അതിനല്ലേ വജ്രം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹനുമാൻ സ്വാമിയുടെ ശരീരം വജ്രത്തിന് തുല്യമാണ്. അങ്ങ് മഹാവീരനാണ്, അങ്ങ് പരാക്രമശാലിയാണ്. ഹനുമാൻ സ്വാമി മോശപ്പെട്ട ചിന്തകളെയൊക്കെ അകറ്റിത്തരും. നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ മോശപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങളുണ്ടോ, ഹനുമാൻ സ്വാമിയുടെ ഭക്തനാകുമ്പോൾ പതുക്കെ 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 ഹനുമാൻ സ്വാമി നമ്മുടെ മോശപ്പെട്ട സകല ചിന്തകളും മാറ്റി നമ്മളെ ശുദ്ധനാക്കി മാറ്റിത്തരും. നല്ല ചിന്തകൾ ഉള്ളവരുടെ കൂടെ എന്നും
ഏത് കാര്യത്തിനും തയ്യാറായി നിൽക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി. അപ്പം നിങ്ങളുടെ ഹൃദയത്തിലും നല്ല ചിന്തകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തുണയായി ഹനുമാൻ സ്വാമി എന്നും ഉണ്ടാകും. അങ്ങനെ വജ്രത്തിനു തുല്യമായ ശരീരശക്തി ഉള്ളവനും മഹാവീരനും മഹാപരാക്രമശാലിയും നമ്മുടെ ഹൃദയത്തിലെ മോശപ്പെട്ട ചിന്തകളെ ഇല്ലാതാക്കി തരുന്നതും നല്ല ചിന്തകൾ ഉള്ളവരുടെ കൂടെ എന്തിനും ഏതിനും രക്ഷകനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കണമേ. കഞ്ചനവരണ വിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത കേശ. ഇനി നമുക്ക് ആറാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ് ആറാമത്തെ വരി? കഞ്ചന ഭരണ വിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത കേശ. കണ്ടല്ലോ, ഞാൻ നിർത്തി പറയാം. കഞ്ചന ഭരണ വിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത കേശ. അർത്ഥം എഴുതിക്കോ. കഞ്ചന ഭരണ, അർത്ഥം സ്വർണ്ണ നിറം. കഞ്ചന ഭരണ, സ്വർണ്ണ നിറം. വിരാജ, വിരാജ ശോഭിക്കുന്നു, ശോഭിക്കുന്നു. സുവേശ, നല്ല വേഷം ധരിച്ച, നല്ല വേഷം ധരിച്ച. കാനന കുണ്ഠല, കർണാഭരണം, ചെവിയിലെ ആഭരണം, അതായത് കമ്മല്, കമ്മല് എന്നർത്ഥം. കുഞ്ചിത കേശ, അർത്ഥം ചുരുണ്ട മുടിയുള്ള. കുഞ്ചിത കേശ എന്ന് പറഞ്ഞാൽ അർത്ഥം ചുരുണ്ട മുടിയുള്ള. അതായത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വർണ്ണ നിറമുള്ളവനാണ് ഹനുമാൻ സ്വാമി. മനോഹരമായ വസ്ത്രങ്ങൾ അണിയുന്നവനാണ് ഹനുമാൻ സ്വാമി. നിങ്ങൾ സാധാരണ ഓരോ ചിത്രങ്ങളിൽ കാണുന്ന അതല്ല യഥാർത്ഥ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. ഹനുമാൻ സ്വാമിക്ക് നല്ല സ്വർണത്തിൻ്റെ നിറമാണ്. അതിമനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞു മാത്രമേ ഹനുമാൻ സ്വാമി സഞ്ചരിക്കാറുള്ളൂ. ഹനുമാൻ സ്വാമിയുടെ കാതുകളിൽ ഇങ്ങനെ കുണ്ഡലങ്ങൾ, കമ്മലുകൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. അതേ കണക്ക് നല്ല ചുരുണ്ട തലമുടിയാണ്. ഹനുമാൻ സ്വാമിയുടെ രൂപത്തെക്കുറിച്ച് അങ്ങനെ വിവരിക്കുകയാണ് ഇവിടെ. അപ്പോൾ സ്വർണ്ണ നിറമുള്ളവനും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞവനും കാതുകളിൽ അതിമനോഹരമായ കമ്മലുകൾ, കുണ്ഡലങ്ങൾ ധരിച്ചവനും ചുരുണ്ട തലമുടി ഉള്ളവനുമായ ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. ഹനുമാൻ സ്വാമി എനിക്ക് ആരോഗ്യവും സമ്പത്തും ശാരീരിക ബലവും എല്ലാം തരണേ. हाथवज्र औध्वजा विराजे कान्ते मूञ्जनेवु साजै. ഇനി നമുക്ക് ഏഴാമത്തെ വരിയിലേക്ക് വരാം. ഇതിന് പ്രത്യേക പേരുണ്ട്, ദോഹ ചൗബായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി വരികൾ. എന്താണ്? ഹാത്ത് വജ്ര ഔർധ്വജ വിരാജൈ കാന്തേ മൂഞ്ച് ജനേവു സാജൈ. കണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോളണം. ഹാത്ത് വജ്ര ഔർധ്വജ വിരാജൈ കാന്തേ മൂഞ്ച് ജനേവു സാജൈ. അർത്ഥം എഴുത്. ഹാത്ത് കൈ, ഹാത്ത് കൈ. വജ്ര, വജ്ര എന്ന് പറഞ്ഞാൽ വജ്രം, വജ്രം. ധ്വജ, ധ്വജ പതാക. വിരാജൈ, വിരാജൈ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശോഭിക്കുന്നു. കാന്തേ, കാന്തേ ചുമലിൽ, ചുമലിൽ. മൂഞ്ച്, മൂഞ്ച് എന്ന് പറഞ്ഞാൽ ഒരിനം പുല്ലെന്നാണ് അർത്ഥം. മൂഞ്ച് എന്ന് പറഞ്ഞാൽ ഒരിനം പുല്ല്. ജനേവു, ജനേവു എന്ന് പറഞ്ഞാൽ പൂണൂല്, ജനേവു പൂണൂല്. സാജൈ, സാജൈ അലങ്കരിച്ചിരിക്കുന്നു. പൂണൂല് സാജൈ, സാജൈ അലങ്കരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങയുടെ കൈകളിൽ വജ്രവും പതാകയുമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഹനുമാൻ സ്വാമിയുടെ ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. ഹനുമാൻ സ്വാമിയുടെ കൈകളിൽ വജ്രവുമുണ്ട്, പതാകയുമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ തോളിലാകട്ടെ വളരെ സവിശേഷമായ പുല്ലുകൊണ്ട് നിർമ്മിച്ച പൂണൂല് ധരിച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമി പൂണൂല് ധരിച്ചിരിക്കുന്നു. അപ്പം അത് ഹനുമാൻ സ്വാമിയുടെ ശോഭയെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ കൈകളിൽ വജ്രവും പതാകയും ഏന്തിയ, തോളിൽ സവിശേഷമായ പൂണൂല്, പുല്ലുകൊണ്ട് നിർമ്മിച്ച പൂണൂലും ധരിച്ചിരിക്കുന്ന അസാമാന്യമായ ശോഭയുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കട്ടെ.
ശങ്കര സുവന കേസരി നന്ദന തേജ പ്രതാപ മഹാജഗവന്ദന. ഇനി നമുക്ക് 8ാമത്തെ വരിയിലേക്ക് നമുക്ക് നീങ്ങാം. നോക്കേ, ശങ്കര സുവന് കേസരി നന്ദന തേജ പ്രതാപ മഹാജഗബന്ധന. ശങ്കരൻ ആരാണ്? ശിവഭഗവാൻ. സുവനു പുത്രൻ. കേസരി നന്ദന, കേസരി എന്ന വാനര ശ്രേഷ്ഠന്റെ പുത്രൻ എന്നാണ് അർത്ഥം. കേസരി നന്ദന. തേജ പ്രതാപ, അർത്ഥം പരാക്രമവും പ്രസിദ്ധിയും. തേജ പ്രതാപ, പരാക്രമവും പ്രസിദ്ധിയും. ജഗ ലോകം. ബന്ധന വന്ദിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഭഗവാൻ ശിവശങ്കരന്റെ, സാക്ഷാൽ ശിവഭഗവാന്റെ അംശ അവതാരമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഹനുമാൻ സ്വാമി ശിവഭഗവാന്റെ അവതാരമാണ്. കേസരി എന്ന വാനര ശ്രേഷ്ഠന്റെ മകനാണ്. ഹനുമാന്റെ തേജസ് വിവരണാതീതമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സാണ്. അത്രയും തേജസ്സുള്ള ഒരാളെ കാണാൻ തന്നെ പ്രയാസമാണ്. പിന്നെ ഹനുമാന്റെ പരാക്രമം, അദ്ദേഹത്തിന്റെ പ്രസിദ്ധി, ഇതൊക്കെ കൊണ്ട് ഹനുമാനെ ലോകം വണങ്ങുന്നു. അപ്പൊ ശരിക്കും ഹനുമാൻ എന്നത് ദൈവത്തിന്റെ അവതാരം തന്നെയാണ് എന്നിവിടെ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ശിവശങ്കരന്റെ അംശാവതാരമായ ഹനുമാനെ, കേസരി എന്ന വാനശ്രേഷ്ഠന്റെ മകനായ ഹനുമാനെ, കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സുള്ള ഹനുമാൻ സ്വാമിയെ, പരാക്രമവും പ്രസിദ്ധിയും മൂലം ലോകം മുഴുവൻ വണങ്ങുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. ഹനുമാൻ സ്വാമി, എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങള് നൽകണമേ, എന്നെ രക്ഷിക്കണമേ. വിദ്യാവാന ഗുണീ അതിചാതുര രാമ കാജ കരിവേകോ ആതുര. നമുക്ക് 9ാമത്തതിലേക്ക് നമുക്ക് വരാം. എന്താ 9ാമത്തത്? വിദ്യാവാന് ഗുണീ അതിചാതുര രാമ കാജ കരിബേഗോ ആതുര. വിദ്യാവാന് അർത്ഥം പണ്ഡിതന്, അതിചാതുര അർത്ഥം സമർത്ഥൻ, അതീവ സമർത്ഥൻ. കാജ അർത്ഥം കാര്യങ്ങൾ. കരിബേ ചെയ്യാൻ. ആതുര ഉത്സാഹമുള്ളവൻ എന്നാണ് അർത്ഥം. ഉത്സാഹമുള്ളവൻ. അതായത്, അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് സർവജ്ഞനാണ്. അങ്ങേക്ക് അറിയാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഹനുമാൻ സ്വാമിയുടെ ഉള്ളംകൈയിലാണ്. പിന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉറവിടമാണ് ഹനുമാൻ സ്വാമി. സദ്ഗുണ സമ്പന്നനാണ്. പിന്നെ സാക്ഷാൽ ശ്രീരാമ ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ ഹനുമാൻ സ്വാമി തയ്യാറാണ്. അപ്പൊ ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമനോട് അത്രയ്ക്ക് ആഴത്തിലുള്ള ഭക്തിയാണെന്നാണ് ആ കവി ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അങ്ങനെ സർവജ്ഞനായ സൽഗുണ സമ്പന്നനായ ശ്രീരാമ ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള സാക്ഷാൽ ഹനുമാൻ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. എനിക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ തരണേ, ആയുരാരോഗ്യ സൗഖ്യവും തരണേ ഭഗവാനെ. പ്രഭുചരിത്ര സുനിവേഗോ രസിയ രാമലഖന സീതാമന ബസിയ. ഇനി നമുക്ക് 10ാമത്തതിലേക്ക് പോകാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കേ. പ്രഭു ചരിത്ര സുനിവേഗോ രസിയ രാമ ലഖന സീതാമന ബസിയ. പ്രഭു ചരിത്ര അർത്ഥം ശ്രീരാമന്റെ കഥകള്. സുനിബേ കേൾക്കുമ്പോൾ. സുനിബേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കേൾക്കുമ്പോൾ. രസിയ അർത്ഥം ആനന്ദിക്കുന്നു. രാമലഖന് അർത്ഥം രാമലക്ഷ്മണന്മാര്. മനബസിയ അർത്ഥം ഹൃദയത്തിൽ വസിക്കുന്നു. മനബസിയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഞങ്ങളുടെ പ്രിയങ്കരനായ ഹനുമാൻ സ്വാമി,
അങ്ങയുടെ ആനന്ദം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് ഒറ്റ കാര്യത്തിലെ ആനന്ദമുള്ളൂ. ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ പറയുക, കേൾക്കുക, ശ്രീരാമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങൾ പറയുക, കേൾക്കുക. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ 3 പേരേ ഉള്ളൂ എന്നാ പറയുന്നത്. അത് രാമനും ലക്ഷ്മണനും സാക്ഷാൽ സീതാദേവിയുമാണ്. അതുപോലെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ആര് നിലകൊള്ളുന്നു? സാക്ഷാൽ ഹനുമാൻ സ്വാമി നിലകൊള്ളുന്നു. അപ്പൊ രാമനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെയായി എത്ര ഗാഠമായ ബന്ധമാണ് ഹനുമാൻ സ്വാമിക്കുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? ശ്രീരാമചന്ദ്രന്റെ കഥകളും ലീലാവിലാസങ്ങളും കേൾക്കുമ്പോൾ ആനന്ദം കൊള്ളുന്ന ഹനുമാൻ സ്വാമി, പരിശുദ്ധമായ ഹൃദയത്തിൽ രാമനെയും ലക്ഷ്മണനെയും സീതയെയും എന്നും കൊണ്ടു നടക്കുന്ന ഹനുമാൻ സ്വാമി, രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും ഹൃദയത്തിൽ എന്നും പ്രിയപ്പെട്ടവനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമി, അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണേ, ആരോഗ്യം തരണേ, സർവ്വ ഐശ്വര്യവും തരണേ ഹനുമാൻ സ്വാമി. ഇതിൻ്റെ 2ാം ഭാഗം, ഹനുമാൻ ചാലിസ 2ാം ഭാഗം മറ്റന്നാൾ വെള്ളിയാഴ്ച 12 മണിക്ക് ഹനുമാൻ സ്വാമിയും കൃഷ്ണനും രാധാറാണിയും ശ്രീരാമചന്ദ്രനും അനുഗ്രഹിച്ചാൽ നടക്കുന്നതാണ്. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.